നമസ്കാരം. രാജ്യത്തിൻ്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരകളും അതിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളും നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനായി കേന്ദ്ര വനം പാരിസ്ഥിതിക മന്ത്രാലയം നിയോഗിച്ച ഒരു വിദഗ്ധ സമിതിയുണ്ട്. ആ സമിതി പഠിച്ച് സമർപ്പിച്ചൊരു റിപ്പോർട്ടാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് അറിയപ്പെടുന്നത്. അതിൽ മാധവ് ഗാഡ്ഗിൽ വളരെ പ്രാധാന്യത്തോടെ പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും വേണ്ട. 4-5 വർഷം മാത്രം മതി. അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ കണ്ടെത്തിയ ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഭാഗങ്ങൾ വളരെ പ്രസക്തമാണെന്നും ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തെ വിടാതെ പിന്തുടരുന്ന പ്രകൃതി ദുരന്തങ്ങളുണ്ട്. വലിയ 2 പ്രളയങ്ങൾ, അതിനോടൊപ്പം വന്ന ചെറിയ പ്രളയങ്ങളൊക്കെ, എത്രയോ പ്രളയങ്ങൾ, മണ്ണിടിച്ചിലുകൾ, ഉരുൾപൊട്ടലുകൾ, ഇങ്ങനെ നിരവധി പ്രകൃതി ദുരന്തങ്ങളാണ് പ്രകൃതി നമുക്ക് കാത്തുവെച്ചത്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാണ്? നമ്മൾ തന്നെയാണ്. ഇപ്പോൾ വികസനം വേണ്ട എന്നൊന്നും പറയുന്നില്ല, വികസനം വേണം. ഇപ്പോൾ തന്നെ ശബരിമല വിമാനത്താവളം വേണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ആരെയാണ്? പിണറായി വിജയൻ തന്നെയാണ്. 2016 അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം 2018 അദ്ദേഹം അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്കായി പോയി, വിദഗ്ധ ചികിത്സയ്ക്കായി പോയി. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ 13 ദിവസങ്ങൾ അജ്ഞാതമാണ്. അവിടെ നമ്മുടെ കേരള മുഖ്യമന്ത്രി നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് പണം മുടക്കി അമേരിക്കയിൽ ചികിത്സയ്ക്ക് ആണെന്ന് പറഞ്ഞ് പോകുന്നു. അവിടെ അദ്ദേഹം 13 ദിവസങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്ന് ഇതുവരെ ആർക്കും അറിയില്ല. അന്ന് പലരും, പ്രതിപക്ഷവും അതുപോലെ ജനങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ, മുഖ്യമന്ത്രി എന്തു ചെയ്യുകയാണ്? കാരണം ഇത് ജനങ്ങളുടെ പണമാണ്. ഈ പണമെടുത്ത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി പോകുമ്പോൾ എന്തിന് പോയി, എന്താണെന്നുള്ള കാര്യം അറിയണമെന്ന് പലരും പറഞ്ഞപ്പോൾ ഈ സൈബർ പോരാളികൾ തന്നെ പറഞ്ഞൊരു കാര്യം, മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ കടന്നു കയറുന്നോടാ എന്ന് ചോദിച്ചിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നവരുടെ വായടപ്പിച്ചത്. അതിനുശേഷം അന്നൊരു പ്രമുഖ വ്യക്തി പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനും ബിലീവേഴ്സ് ചർച്ചിൻ്റെ മരിച്ചുപോയ മെത്രാപ്പൊലീത്ത KP യോഹന്നാനും ചേർന്ന് അമേരിക്കയിലും ദുബായിലും വെച്ച് 5000 കോടി രൂപയുടെ ഭൂമി ഇടപാട് നടന്നു എന്നുള്ളൊരു പ്രചാരണമൊക്കെ ആ കാലത്ത് നടന്നിരുന്നു. അതിന് ശരിവെക്കുന്നതായിരുന്നു പിന്നീട് പിണറായി വിജയൻ ചെയ്തത്. അതായത് ചെറുവള്ളി എസ്റ്റേറ്റ്, KP യോഹന്നാൻ കൈയടക്കി വെച്ചിരിക്കുന്ന സർക്കാരിൻ്റെ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്ത് അവിടെ ശബരിമല വിമാനത്താവളം പണിയാനുള്ള ഒരുക്കങ്ങളുമായി പിണറായി വിജയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര ഹെക്ടർ വനം അവിടെ വെട്ടിവെളിപ്പിക്കണം. നമുക്കറിയാം, അതീവ പരിസ്ഥിതി ലോല പ്രദേശമാണ് ശബരിമലയും അതുപോലെ അവിടെ ഉൾപ്പെടുന്ന വനഭാഗം. ആ ഭാഗം എത്രയോ ഹെക്ടർ, ഒരു വിമാനത്താവളം വേണമെങ്കിൽ എത്ര ഹെക്ടർ മരം വെട്ടിവെളിപ്പിക്കണം? ഇതിൻ്റെയൊക്കെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടേണ്ടതാരാണ്? പിണറായി വിജയനാണോ? അല്ലെങ്കിൽ ഈ ഭരിക്കുന്നവരാണോ? അവരാരുമല്ല. നിങ്ങൾക്കറിയാമോ, ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തത്തിൽ ഏതെങ്കിലും വലിയ മന്ത്രിയോ ഏതെങ്കിലും ഉന്നതന്മാരോ മരിച്ചിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അവരുടെ ഉറ്റവരാരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. മരിച്ചതെല്ലാം ഇപ്പോൾ തന്നെ വയനാട്ടിലെ ചൂരൽമലയിൽ മരിച്ചതെല്ലാം സാധാരണക്കാരാണ്. അതിലൊരു രാഷ്ട്രീയ നേതാവില്ല, ഒരു മന്ത്രിയില്ല, MLA ഇല്ല, MP ഇല്ല, അതുപോലെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാരുമില്ല. ആകെ ഉള്ളത് സാധാരണ പാവങ്ങളാണ്. അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടി അന്നന്ന് ഓരോ ജോലി ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ടവരാണ് ഇതിൽ മരണപ്പെട്ടു പോയത്. നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇവിടെ പാറകൾ പൊട്ടിക്കുന്നത്, ക്രഷർ കോറി. ഇവിടെ ഈ വെള്ളനാട് ഭാഗത്ത് 2-3 കോറികളുണ്ട്. അതിലൊരു വലിയ കോറി, ഒരു വലിയ മല ഇടിച്ചിട്ടാണ് ട്രാവൻകൂർ മെറ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു, ബ്ലൂ മെറ്റൽസ് എന്ന് പറയുന്ന ഒരു ക്രഷർ തുടങ്ങിയത്. ആ ക്രഷർ കേരളത്തിലെ ഒരു പ്രമുഖനായ ഇടതുപക്ഷ നേതാവിൻ്റെ, അന്തരിച്ചുപോയ ഇടതുപക്ഷ നേതാവിൻ്റെ മകൻ്റേതാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിനെ പലതവണ ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വാഹനം കണ്ടിട്ടുണ്ട്. പിന്നെ അതിൽ പലർക്കും, അതായത് വലതുപക്ഷത്തെ നേതാക്കൾക്കും ഒക്കെ അതിൽ പങ്കുണ്ടെന്നൊക്കെ പറയുന്നു. അതൊക്കെ ആയിക്കോട്ടെ. കാരണം ആ ഒരു കോറിയോ ക്രഷറോ മാത്രമല്ല കേരളത്തിലുള്ളത്. അന്ന് വ്യക്തമായിട്ട് എനിക്കറിയാൻ പറ്റും, ഒരു വലിയ മല ഇടിച്ച് തകർത്തിട്ടാണ് അവിടെ ആ കോറി പണിഞ്ഞത് എന്നുള്ളതാണ്. എത്രയോ മരങ്ങൾ വെട്ടിമുറിച്ചു, അതൊക്കെ ചെയ്തു. ഈ പാറകളൊക്കെ പൊട്ടിക്കുന്നു, നമ്മളെല്ലാ പാറകളും പൊട്ടിക്കുന്നു, വയലുകളൊക്കെ മണ്ണിട്ട് നികത്തുന്നു, തോടുകളും കുളങ്ങളും ഒക്കെ മണ്ണിട്ട് നികത്തുന്നു, നദികളിലുമൊക്കെ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നു. അപ്പോൾ പിന്നെ പ്രകൃതി നമുക്ക് എന്താണ് തിരിച്ചു തരിക? പ്രകൃതി തരുന്ന ഒരു തിരിച്ചടിയാണ് ഇതെന്ന് മനസ്സിലാക്കണം. അതുപോലെ വികസനത്തിൻ്റെ പേരിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കും, ഇപ്പോൾ തന്നെ ദേശീയപാത വികസനത്തിൻ്റെ പേരിൽ എന്തുമാത്രം മരങ്ങളാണ് റോഡ് അരികിൽ നിന്നിരുന്ന എന്തുമാത്രം മരങ്ങളാണ് വെട്ടിവെളിപ്പിച്ചത്. ഇതൊന്നും വേണ്ട എന്ന് പറയുന്നില്ല. നമ്മുടെ ഒരു സംസ്ഥാനത്തിനുള്ളിൽ വരുന്നൊരു വികസനം പോരെ? ശരി, അങ്ങനെയാണെങ്കിൽ പോലും വികസനം വന്നോട്ടെ, കുഴപ്പമില്ല, വികസനം വന്നോട്ടെ. നമ്മൾ ഒരു മരം മുറിക്കുമ്പോൾ അതിന് വേറൊരു ഭാഗത്തെങ്കിലും മരം വെച്ച് പിടിപ്പിക്കാനുള്ള
സംവിധാനമെങ്കിലും നമ്മുടെ ഭരണകൂടം കൊണ്ടുവരേണ്ടതല്ലേ? അത് ചെയ്തിട്ടില്ല. ഒരു മരം ഇന്ന് നട്ട് കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ ഒരാഴ്ച കഴിഞ്ഞോ ഒരു മാസം കഴിഞ്ഞോ മുളച്ചു പൊന്തി വരുന്നതല്ല. അതിന് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും എടുക്കും ഒരു മരമായി വരണമെങ്കിൽ. നമുക്കറിയാം, തമിഴ്നാട്ടിലോട്ട് പോയാൽ നിങ്ങൾക്കറിയാൻ കഴിയും. തമിഴ്നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ റോഡിൻ്റെ രണ്ട് വശങ്ങളിലും, ഹൈവേകളിലല്ല മറ്റ് ചെറിയ റോഡിലൊക്കെ രണ്ട് വശങ്ങളിലും വലിയ വലിയ ആൽമരങ്ങളാണ്. ഈ ആൽമരങ്ങൾ തരുന്ന തണൽ അവരതിനെ വളരെ ഭംഗിയായിട്ടാണ് അവരതിനെ സംരക്ഷിക്കുന്നത്. അങ്ങനെ ഒരു മരം മുറിക്കാതെ ആ റോഡിനെ എങ്ങനെ വഴിതിരിച്ച് കൊണ്ടുപോകാം എന്നുള്ളതാണ് തമിഴ്നാട്ടിലൊക്കെ അവർ ചിന്തിക്കുന്നത്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. ഈ കഴിഞ്ഞ ചൂടുകാലത്ത് തന്നെ എത്രമാത്രം ചൂടാണ് അനുഭവിച്ചത്. മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, അത്തരത്തിലുള്ള ചൂടായിരുന്നു. ഇനി കൂടി വരും. അതുപോലെ വയലുകളുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വയലുണ്ടായിരുന്നു. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് പറഞ്ഞ് പാവപ്പെട്ട മര്യാദയ്ക്ക് അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ തലയിൽ വിപ്ലവം കുത്തിവെച്ച് ആ വയലുകൾ ഇല്ലാതാക്കിയതും നെൽകൃഷി ഇല്ലാതാക്കിയതും ഒക്കെ ഇടതുപക്ഷക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്കാണല്ലോ എല്ലാത്തിലും പങ്കുള്ളത്. ഇടതുപക്ഷക്കാർക്കാണല്ലോ. എന്ത് ദോഷം വരുന്നോ ഒരു സമൂഹത്തിനും ഒരു പൗരനും എന്ത് ദോഷം വരുന്നോ അതിലൊരു പങ്ക് തീർച്ചയായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. പല സ്ഥലങ്ങളിലും കുന്നിടിച്ചിട്ട് അവിടെ പ്ലോട്ട് തിരിച്ചു വയ്ക്കുകയാണ്. ഇതൊക്കെ നമ്മൾ നിയമം കൊണ്ട് ഇതിനെ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സർക്കാർ അവധി ദിവസങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ചെയ്യുകയാണ്. പോലീസിൻ്റെയും മറ്റ് പലരുടെയും ഒത്താശയോടെ. പോലീസിനെ കുറ്റം പറയാൻ കഴിയില്ല, കാരണം അവിടുത്തെ വലിയ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് വിചാരിച്ചാൽ ചിലപ്പോൾ അവരായിരിക്കാം അത് ചെയ്യുന്നത്. അവരുടെ ഒത്താശയോടുകൂടി ചെയ്യാതിരിക്കാൻ കഴിയില്ല. പല പ്രദേശങ്ങളിലും ഇതുപോലെ കുന്നിടിച്ച് നിരത്തി പ്ലോട്ട് തിരിച്ച് വിൽക്കുന്നുണ്ട്. അതായത് 1 ഏക്കർ വസ്തുവിന് എത്ര 4ഉം 5ഉം സെൻറ്റുള്ള എത്ര പ്ലോട്ടുകളാക്കി അവർ വിൽക്കും. അതായത് ഇറച്ചി വെട്ടി വിൽക്കും പോലെയാണ് മണ്ണിനെ വെട്ടി വിൽക്കുന്നത്. യാതൊരു മനസാക്ഷി കുത്തുമില്ല. അത് ഒരു ഭൂമിക്കൊരു സത്യമുണ്ടെന്നും നമ്മൾ ആ ഭൂമിയിലാണ് ജീവിക്കുന്നത് എന്നുള്ള ബോധമൊന്നും ആർക്കുമില്ല. എല്ലാവർക്കും പണം വേണം, പണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു തടയിടേണ്ടതാരാണ്? ഭരണകൂടമാണ്. പക്ഷേ അവർ ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു പഞ്ചനക്ഷത്ര ആശുപത്രിയാണ് തിരുവനന്തപുരത്തെ കിംസ് ഹോസ്പിറ്റൽ. ഈ കിംസ് ഹോസ്പിറ്റലിൻ്റെ എതിർഭാഗത്ത് ഒരു കണ്ടൽക്കാടുണ്ടായിരുന്നു. നിങ്ങളിൽ പലർക്കും അറിയാൻ കഴിയും. ഇപ്പോൾ അവിടെ ഒരു ബഹുനില കെട്ടിടം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ടൽക്കാടുണ്ടായിരുന്നു ഒരു 2 വർഷം മുൻപ്. ഈ കണ്ടൽക്കാട്, ഞാനൊരു ദിവസം അതിലേ പോയ സമയത്ത് ഈ കണ്ടൽക്കാട് ഒരു JCB കൊണ്ട് ഈ കണ്ടൽക്കാടിലോട്ട് മണ്ണ് ഇട്ട് അത് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉടനെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വിളിച്ചു. ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊരു ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതാണ്. ഇത് നികത്താൻ വേണ്ടി, കാരണം ഈ ഹോസ്പിറ്റലുകാർക്ക് കൊടുത്തിരിക്കുകയാണ്, കിംസ് ഹോസ്പിറ്റലുകാർക്ക് കൊടുത്തിരിക്കുകയാണെന്നാണ് അവിടെ ഉള്ള ഒരാൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ വിളിച്ചു. ഏകദേശം ഒരു 10-20 മിനിറ്റിനകത്ത് പോലീസും എല്ലാം കൂടെ വന്ന് അത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അത് തടഞ്ഞു വെച്ചു. പിന്നെ ഞാൻ ആ കാര്യം മറന്നു, പല കാര്യങ്ങൾ കൊണ്ട് മറന്നു. ഇപ്പോൾ പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഏകദേശം ഒരു 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ അതുവഴി പോകുമ്പോൾ അവിടെ ഒരു ബഹുനില കെട്ടിടം ഉയർന്നു കഴിഞ്ഞു. കാരണം നോക്കൂ, കണ്ടൽക്കാടൊക്കെ എത്ര നന്നായി സംരക്ഷിക്കേണ്ടതാണ്. ആ കണ്ടൽക്കാട് വെട്ടി വെളുപ്പിച്ച് അവിടെ മണ്ണിട്ട് നികത്തി അവിടെ ബഹുനില കെട്ടിടം പണിയുകയാണ് കിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. കിംസ് ഹോസ്പിറ്റലിൻ്റെതാണ്. ഇതൊക്കെ എന്തിനാണ് ഈ പണം ഇങ്ങനെ വാരിക്കൂട്ടി വെക്കുമ്പോൾ? ഇവരെപ്പോലുള്ളവർക്കെന്ന് പറഞ്ഞാൽ AC-ക്കകത്തിരിക്കാം, അവർക്ക് ഇവിടെ ഇല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാം, അവരുടെ തലമുറയ്ക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ സുഖമായി ജീവിക്കാം. എരിചട്ടിയിൽ നിന്ന് കിടന്ന് പൊരിയുന്ന ആരാണ്? എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരാണ്. കൂലിപ്പണിക്കാരന് ഈ ചൂടുകാലത്ത് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ കഴിയില്ല. സൂര്യതാപമേറ്റ് തന്നെ എത്രയോ പേര് മരണപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാത്ത പല പ്രകൃതി ദുരന്തങ്ങൾ വരുന്നു. മിന്നൽ ചുഴി കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് കണ്ണൂർ വന്നതാണ്. മിന്നൽ ചുഴി, ഓടുകൾ പറന്നു പോകുന്നു, വീടുകൾ ഒക്കെ വലിയ കേടുപാടുകളൊക്കെ പറ്റിയിട്ട് നമ്മളത് കേൾവിയില്ലാത്തൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തത്തിൽ ഈ വലിയവന്മാരാരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ടും ഇപ്പോൾ കേരളിൻ്റെ പേര് പറഞ്ഞ് ഭൂമി ഏറ്റെടുത്ത് അതങ്ങനെ ശബരിമല വിമാനത്താവളം നിർമ്മിച്ചേ അടങ്ങും. എന്തിനാണ് ഇവിടെ ഇത്രയും ഈ ഒരു ചെറിയ, അതായത് തമിഴ്നാട്ടിലെ ഒരു 2-3 ജില്ലകൾ ചേർത്ത് വെച്ചാലുള്ള വലിപ്പം മാത്രമേ കേരളത്തിനുള്ളൂ. ആ കേരളത്തിൽ ഇപ്പോൾ തന്നെ എത്ര എയർപോർട്ടുകളുണ്ട്? കണ്ണൂർ എയർപോർട്ട്, കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ട്, നെടുമ്പാശ്ശേരി, അതുപോലെ ട്രിവാൻഡ്രത്ത് തന്നെ 2 എയർപോർട്ട്, അങ്ങനെ എത്രയോ എയർപോർട്ടുകൾ പിന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. പിന്നെ എന്തിനാണ് ശബരിമലയിൽ ഒരു എയർപോർട്ട്? ശബരിമലയിൽ നമ്മൾ എങ്ങനെയാണ് ഭക്തർ പോകേണ്ടത്? അതിൻ്റെ വ്രതാനുഷ്ഠാനങ്ങളോടെ വളരെ പരിപാവനമായിട്ടാണ് നമ്മളവിടെ കാൽനടയായിട്ടൊക്കെ പണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കാൽനടയും വേണ്ട, കാരണം എങ്ങനെയെങ്കിലും അയ്യപ്പൻ്റെ അടുത്ത് വീട്ടിൽ അയ്യപ്പനെ അവിടെ എത്തിക്കാൻ പറ്റുമെങ്കിൽ അതിനുള്ള സൗകര്യം നോക്കിയിരിക്കുകയാണ് ആളുകൾ. അപ്പോൾ അതൊന്നും വേണ്ട. നമ്മൾ പമ്പയിൽ ചെന്ന് നമ്മൾ നടന്നു പോകാനുള്ള ഒരു സൗകര്യം മാത്രം മതിയല്ലോ. അങ്ങനെ ഉള്ളവർ പോയാൽ മതി, അല്ലാതെ എന്ത് നിർബന്ധം? അതും ടൂറിസമാക്കാൻ പോവുകയാണ്.
സംഭവമാണ് അവിടെ. ഒരു എയർപോർട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അവിടെ ഹോട്ടലുകളും മറ്റ് അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളൊക്കെ വരും. എത്ര തടഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ഒരു ആരാധനാലയത്തിൻ്റെ സമീപം നടക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടത്തും. അപ്പോൾ ഒരു ഹോട്ടൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 3 സ്റ്റാറോ 4 സ്റ്റാറോ ഹോട്ടൽ വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും മദ്യം വിളമ്പണം. അപ്പം അവിടുത്തെ പവിത്രത നഷ്ടപ്പെടുകയാണ്. എന്നിട്ടും പിണറായി വിജയൻ ചെയ്തത് എന്താണ്? സർക്കാരിൻ്റെ പണം കെട്ടിവെച്ച് യോഹന്നാൻ കൈയടക്കി വെച്ചിരിക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് തിരിച്ചു വാങ്ങാനാണ് നോക്കിയത്. സർക്കാരിൻ്റെ ഭൂമി സർക്കാരിൻ്റെ പണം കൊടുത്തെടുക്കുക എന്നുള്ളതാണ്. എന്ത് വിഡ്ഢിത്തമാണിത്? ഇപ്പോൾ തന്നെ ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. എന്നാൽ ഇവിടുത്തെ ഈ സമയം വരുമ്പോൾ ഇവിടെ ഒരുപാട് പ്രകൃതി സ്നേഹികളൊക്കെ ഉണ്ട്, ജുബയൊക്കെ ഇട്ട്. പിന്നെ എന്താണ്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൊക്കെ മുമ്പ് ഞാൻ പ്രവർത്തിച്ചിരുന്നു. ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അന്നത്തെ ആൾക്കാരൊക്കെ ഈ മരം വെച്ച് പിടിപ്പിക്കണം, മരം തണലാണ്, മാങ്ങയാണ്, കോടയാണ്, മാങ്ങ തൊലിയാണെന്നൊക്കെയാണ് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. ഇന്നിപ്പോൾ അവരാരും കാണാനില്ല. ഈ ഒരു വിഷയം വന്നു, ഈ ശബരിമല വിമാനത്താവളത്തിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ പോലും ആരെയും കാണാനില്ല. അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എത്ര ഹെക്ടർ ഭൂമിയാണ്, എത്ര ഹെക്ടർ വനമാണ് വെട്ടിവെളിപ്പിക്കുന്നത് ഒരു വിമാനത്താവളത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ മുട്ടിൽ മരം മുറി കേസ്. എത്ര ഹെക്ടർ വനഭൂമിയിൽ തടി വെട്ടിക്കൊണ്ടുപോയി. ഇവിടെ എന്ത് നടന്നു? അതിൻ്റെ പ്രതികൾ കുറച്ച് ദിവസം എന്തോ ജയിലിൽ കിടന്നു. ഇന്ന് അവർ റിപ്പോർട്ടർ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു ചാനലൊക്കെ വാങ്ങിച്ച് അവർ വളരെ ഇതായിട്ട് അവർ കഴിയുകയാണ്. കാരണം അതിലെ ഒരു ഓണറാണെന്ന് തോന്നുന്നു ഇവരുടെ എഡിറ്റേഴ്സ് ചോയ്സ് എന്ന് പറയുന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കാറുമുണ്ട്. അതായത് ഈ പിന്നെ കോടിക്കണക്കിന് രൂപയുടെ മരം വെട്ടി വെളുപ്പിച്ചിട്ടും അവർക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്നേ. ഇതിനേക്കാളും ഭേദം വീരപ്പനല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് ഇനി നമുക്ക് ജീവിക്കാൻ പറ്റുക? പ്രകൃതിയെ നമ്മൾ നോവിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രകൃതി വെറുതെ വിടുമെന്നാണോ നമ്മുടെ വിചാരം? പ്രകൃതിക്കും ഭൂമിക്കും ഒരു സത്യമുണ്ട്, മണ്ണിനൊരു സത്യമുണ്ട്. അപ്പോൾ അതൊന്നും പരിഗണിക്കാതെ എനിക്ക് പണം വേണം, എനിക്ക് പണം വേണം, എനിക്ക് പണം വേണം. ഇവിടുത്തെ കോറി മുതലാളികൾ എടുത്തു നോക്കൂ. ഇവിടെ പല കോറി മുതലാളിമാരും ശതകോടീശ്വരന്മാരാണ്. അവർക്ക് കോറികൾ മാത്രമല്ല, ബാറുകളും അതും ഇതും എന്തെല്ലാം ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഇതൊന്നും വേണ്ട എന്നല്ല, നമ്മൾ വീട് വയ്ക്കാനും അതുപോലെ നിർമ്മാണ പ്രവൃത്തികൾക്കായി അതിനുള്ളൊരു പിന്നെ ഇത്തരം അസംസ്കൃത വസ്തുക്കൾ നമുക്ക് കിട്ടിയാലേ മതിയാവും. പക്ഷേ അതിന് മറ്റൊരു ഓപ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കിട്ടിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇനി എന്ത് ചെയ്യണം. ഈ ഭൂമി നമ്മുടെ ജീവിതമൊക്കെ ഒരു 10 അല്ലെങ്കിൽ 15 വർഷം പരമാവധി. അത് കഴിഞ്ഞൊരു തലമുറ വരുന്നുണ്ട്, നമ്മുടെ കുഞ്ഞു തലമുറ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർക്കായി കരുതി വെക്കണ്ടേ? അവരെങ്ങനെ ജീവിക്കും? ഇപ്പോൾ തന്നെ ചൂട് സമയത്തൊക്കെ നമുക്ക് റോഡിൽ പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇനിയുള്ള ഭാവിയിൽ എന്താവും? വനങ്ങളും ഒക്കെ വെളുപ്പിച്ച് തോടുകളും പിന്നെ നീരുറവകളും ഒക്കെ മണ്ണിട്ട് നികത്തിയിട്ട് മനുഷ്യനെ ഇങ്ങനെ ജീവിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കൽ കൂടി പ്രകൃതി നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. വയനാട്ടിലെ ഇപ്പോൾ ചൂരൽമലയിൽ പൊട്ടിയ ഉരുൾപൊട്ടലിലൂടെ പ്രകൃതി ഒരിക്കൽ കൂടി നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. ഇവിടുത്തെ പരിസ്ഥിതി സംഘടനകളും രാഷ്ട്രീയക്കാരെ നമ്മൾ പറയേണ്ടെങ്കിൽ അവരുടെ ഒരു വയറ്റിപ്പിഴപ്പാണല്ലോ എങ്ങനെയെങ്കിലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ ഈ രാഷ്ട്രീയവും മതമൊക്കെ മാറ്റിവെച്ച് ഇതുപോലെ ചിന്തിക്കുക. പ്രകൃതിക്ക് ദോഷം വരുത്തുന്ന എല്ലാത്തിനെയും നമ്മൾ ഒന്നിച്ചെന്ന് തടയിടുക. അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം വളരെ ദുസ്സഹമായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ.